പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. US പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് ഇന്നെത്തും. സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്നറുമാണ് സംഘത്തിലുള്ളത്. അമേരിക്കൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച ഇല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പം ഇതിൽ നമുക്കറിയാം, ഒന്നാം ഘട്ടത്തിലൊരു ചർച്ച നടത്തിയിരുന്നു. 23 മണിക്കൂർ നീണ്ടുന്ന ചർച്ച. അന്ന് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പക്ഷേ അതിൽ ചർച്ചയിൽ പ്രത്യേകിച്ച് പ്രതീക്ഷാവഹമായി ഒന്നും സംഭവിച്ചില്ല. സംഘം മടങ്ങിപ്പോവുകയാണ്. അന്ന് നടന്ന ഒരു ഫേസ് ടു ഫേസ് ചർച്ചയായിരുന്നു. ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ചർച്ച നടന്നു. പക്ഷേ അതിൽ കാര്യങ്ങളൊന്നും ആയില്ല. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട ചർച്ച നടക്കാൻ പോകുന്നു. അഖില CP ഉണ്ട്. അഖില, ഗുഡ് മോർണിംഗ്. ഇപ്പം ഈ പ്രതീക്ഷാവഹമായൊരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി ഇസ്ലാമാബാദിൽ എത്തി എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? പിന്നെ മറ്റേ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചർച്ച അലസിപ്പിഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്, മാറ്റമില്ലാതെ. അതെ സേതു, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതീക്ഷ ഈ സമാധാന ചർച്ചയിലുണ്ട്. കാരണം 2 മാസമായി യുദ്ധം തുടങ്ങിയിട്ട് പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷത്തിലൊരു അയവില്ലാതെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി പശ്ചിമേഷ്യയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രണ്ടാം ഘട്ട സമാധാന ചർച്ച നടക്കുമ്പോൾ ഇസ്ലാമാബാദിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇനി ഏത് തരത്തിലായിരിക്കും ഈ ചർച്ചകൾ, ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും, ഇറാന്റെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാലമുള്ള ഒരു 2 ആഴ്ചക്കാലം പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, തങ്ങളുടെ ആസ്തികൾ, വിദേശത്ത് US മരവിപ്പിച്ചിട്ടുള്ള ആസ്തികൾ വിട്ടു നൽകണമെന്നുള്ളൊരു ആവശ്യവും കഴിഞ്ഞ സമാധാന ചർച്ചയിൽ ഇറാൻ ഉന്നയിച്ചിരുന്നു. അത് ഏകദേശം അത് നൽകാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ USഉം നിലപാടൊരു അയവുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. അത് ഇപ്രാവശ്യവും അത് തന്നെ തുടരും, അത് തന്നെ ഇറാൻ ഉന്നയിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും US സംഘം ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും ജാവേദ് കുഷ്നറുമാണ് USന്റെ സംഘത്തിലുള്ളത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗച്ചിയാണ് ഇത്തവണത്തെ സമാധാന ചർച്ചകൾക്കായിട്ട് ഇസ്ലാമാബാദിൽ എത്തിയിട്ടുള്ളത്. അതായത് സ്പീക്കർ ഇല്ല. ഖാലിബാഫ് കഴിഞ്ഞ സമാധാന ചർച്ചയുടെ ഭാഗമായിരുന്നു. ഇത്തവണ അബ്ബാസ് അരഗച്ചി മാത്രമാണ് സംഘത്തിലുള്ളത്. ചർച്ച വിജയിച്ചാൽ മാത്രം JD വാൻസ്, US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് അമേരിക്കയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് എത്തും. അപ്പോൾ നിരവധി ഈ പറഞ്ഞതുപോലെ ഒരു നേരിട്ടുള്ള ചർച്ചയായിരിക്കില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ തവണ ഇരു സംഘങ്ങളും ഒരു മുറിയിലിരുന്ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. പക്ഷേ ഇത്തവണ ഇറാന്റെ ആവശ്യങ്ങൾ പാകിസ്ഥാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കും, മധ്യസ്ഥരെ അറിയിക്കും. അതുവഴി അമേരിക്കയിലേക്ക് ഇത്തരം ആ സന്ദേശങ്ങൾ, ഇറാന്റെ സന്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറും. അത്തരത്തിൽ ഒരു നേരിട്ടുള്ള ചർച്ച ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ പക്ഷേ നമുക്ക് നല്ല ശുഭ സൂചകമായി അത് പര്യവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു ചർച്ചയ്ക്കൊക്കെ വഴിയൊരുങ്ങിയതാണ്. പക്ഷെ അന്ന് ഇറാൻ നിലപാടിൽ ഒരു തരുമ്പ് പോലും വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല. ചർച്ചയ്ക്കേ ഇല്ല എന്ന നിലപാട് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ചർച്ച പിന്നീട് നടക്കാതൊക്കെ പോയത്. വീണ്ടും അടുത്ത ചർച്ചയ്ക്ക് ട്രംപ് മരുമകനെയും സംഘത്തെയും അയക്കുമ്പോൾ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് ഇതിലെ ഒരു പോസിറ്റീവ് സൈൻ. അപ്പോഴും ഈ പ്രശ്നങ്ങളായി തന്നെ തുടരുന്നുമുണ്ട്. ഇതിലൊക്കെ ഒരു സമവായത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.